എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഉപബോധ മനസ്സിൽ രൂപീകൃതമായിരിക്കുന്ന വിശ്വാസങ്ങളാണ് നമ്മുടെ പ്രവർത്തനങ്ങളെയും ജീവിതാനുഭവങ്ങളെയും ഒക്കെ നിയന്ത്രിക്കുന്നത്. കുട്ടിക്കാലം മുതൽ തന്നെ നാം നമ്മുടെ മാതാപിതാക്കൾ, അധ്യാപകർ, അധികാരികൾ, സുഹൃത്തുക്കൾ തുടങ്ങിയവർ പകർന്നു നൽകിയ വിശ്വാസങ്ങളെ അംഗീകരിക്കുകയും അവ നമ്മുടെ മനസ്സിൽ പതിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൂടാതെ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഓരോ ജീവിതാനുഭവങ്ങളിൽ കൂടെയും നാം പല വിശ്വാസങ്ങളും ആർജിച്ചെടുക്കാറുണ്ട്. ഇപ്രകാരം നമ്മുടെ ഉള്ളിൽ രൂപീകൃതമായിരിക്കുന്ന എല്ലാ വിശ്വാസങ്ങളും, ബിലീഫ് സിസ്റ്റം നമുക്ക് സഹായകരമായിരിക്കണമെന്നില്ല. നാം എന്തൊക്കെ പുറമേ പറഞ്ഞാലും പരിശ്രമിച്ചാലും നമ്മുടെ ഉള്ളിലെ വിശ്വാസങ്ങളാണ് വിജയിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, ടൗണിൽ ഒറ്റയ്ക്ക് വാഹനം ഓടിക്കുവാൻ എനിക്ക് സാധിക്കില്ലെന്ന് ഉള്ളിൽ വിശ്വാസം രൂപപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി ഡ്രൈവിംഗ് ലൈസൻസ് കരസ്ഥമാക്കിയാൽ തന്നെ ആത്മവിശ്വാസമില്ലാത്തതിനാൽ ടൗണിൽ കൂടി ഒറ്റയ്ക്ക് വാഹനം ഓടിക്കുവാൻ സാധിക്കില്ല. ഇനി വാഹനം ഓടിക്കുവാൻ ആ വ്യക്തി ശ്രമിച്ചു എന്നിരിക്കട്ടെ, ഉള്ളിൽ ആ നെഗറ്റീവ് വിശ്വാസം കിടക്കുന്നത് കൊണ്ട് തന്നെ ആ വ്യക്തിക്ക് സുരക്ഷിതമായി തന്റെ വാഹനം ഡ്രൈവ് ചെയ്യുവാൻ സാധിക്കണമെന്നില്ല. അതുപോലെ തന്നെ സദസ്യരുടെ മുമ്പിൽ തനിക്ക് കോൺഫിഡന്റ് ആയി പ്രസംഗിക്കുവാൻ സാധിക്കില്ല എന്നുള്ള വിശ്വാസം ഉള്ളിൽ രൂഢമൂലമായിരിക്കുന്ന ഒരു വ്യക്തിക്ക് പ്രസംഗിക്കുന്നതിനുള്ള അവസരങ്ങൾ ലഭിച്ചാലും അപ്പോൾ ഒരു പരാജയമായി തീരുവാനായിരിക്കും സാധ്യതയേറെയുള്ളത്. അതുപോലെ തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏത് മേഖലയിലായാലും, സാമ്പത്തിക മേഖലയിലും, ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്ന കാര്യത്തിലും, രോഗസൗഖ്യം നേടിയെടുക്കുന്ന കാര്യങ്ങളിലുമൊക്കെ ഇവയെ സംബന്ധിച്ച് നമ്മുടെ ഉള്ളിൽ രൂപപ്പെട്ടിരിക്കുന്ന വിശ്വാസങ്ങൾ നമുക്ക് അനുകൂലമല്ലെങ്കിൽ നാം ആഗ്രഹിക്കുന്ന ഫലങ്ങൾ ലഭിക്കാതെ നിരന്തരം പരിശ്രമങ്ങളിൽ ഏർപ്പെടുവാൻ മാത്രമായിരിക്കും നമുക്ക് സാധിക്കുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ദോഷകരമായ ഉറച്ച വിശ്വാസങ്ങളെ, ലിമിറ്റിംഗ് ബിലീഫ്സിനെ മാറ്റുന്നതിലൂടെ മാത്രമേ നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങളും നമ്മുടെ ലക്ഷ്യങ്ങളും നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ടാക്കുവാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ഉള്ളിൽ രൂഢമൂലമായിരിക്കുന്ന, നമുക്ക് ഗുണകരമല്ലാത്ത, ദോഷം ചെയ്യുന്ന ആ വിശ്വാസങ്ങളെ മാറ്റിയെടുക്കുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. കാരണം ഒരു ചെറിയ നാരിനെ നമുക്ക് വലിച്ചാൽ പൊട്ടിക്കുവാൻ സാധിക്കും. എന്നാൽ പല നാരുകൾ ചേർന്ന് ഒരു കയറായി മാറിയാൽ, ഒരു വടമായി മാറിയാൽ നമുക്ക് അതിനെ പൊട്ടിക്കുവാൻ സാധിക്കില്ല. ഇപ്രകാരം പല വർഷങ്ങളിലെ ജീവിതാനുഭവങ്ങളിലൂടെ നമ്മുടെ ഉള്ളിലെ വിശ്വാസം വളരെയേറെ ശക്തി പ്രാപിച്ചിട്ടുണ്ട്. മൈൻഡ് മാസ്റ്ററി ക്ലാസ്സുകളിൽ ഇത്തരം ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റം മാറ്റിയെടുത്ത് നമുക്ക് ഗുണകരമായ, സഹായകരമായ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സഹായിക്കുന്ന പോസിറ്റീവ് ബിലീഫ് സിസ്റ്റം രൂപീകരിച്ചെടുക്കുവാൻ ശ്രദ്ധിക്കാറുണ്ട്. നമ്മുടെ ബാഹ്യ ലോകത്തെ ജീവിതാനുഭവങ്ങൾ മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ ആന്തരിക ലോകം നാം മാറ്റിയെടുക്കണം. നമ്മുടെ ഉള്ളിലെ ക്രിയാത്മക ശക്തികളെ തിരിച്ചറിഞ്ഞ് അവ പ്രയോജനപ്പെടുത്തി നമ്മുടെ ഉള്ളം പോസിറ്റീവായി മാറ്റിയെടുക്കണം. അപ്രകാരം ചെയ്യുന്നവർക്ക് അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകുവാൻ തുടങ്ങുന്നു. ജീവിതത്തിൽ ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ടാകുന്നു. നേട്ടങ്ങളും വിജയങ്ങളും അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇപ്രകാരം നമുക്ക് സഹായകരമല്ലാത്ത, നമ്മെ തളർത്തുന്ന, നമ്മുടെ ജീവിതത്തിൽ നിഷേധ ഫലങ്ങൾ ഉണ്ടാകുവാൻ ഇടയാക്കുന്ന നമ്മുടെ ഉള്ളിലുള്ള ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റം മാറ്റിയെടുത്ത് നമുക്ക് ഗുണകരമായ, സഹായകരമായ പോസിറ്റീവ് ബിലീഫ് സിസ്റ്റം രൂപീകരിച്ചെടുക്കുവാൻ നമുക്കെല്ലാം ശ്രദ്ധിക്കാം. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. എല്ലാവർക്കും ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും, നേട്ടങ്ങളും, സമ്പൽ സമൃദ്ധിയും, ദീർഘായുസ്സും, സന്തോഷവും എല്ലാം ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം എന്നെ സേവിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു, നിങ്ങളെ അഭിനന്ദിക്കുന്നു. പുതിയ പുതിയ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.